ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 4 പേരുടേതാണ്. 4-ൽ 3 പേർക്ക് ബ്ലോ ഡ്രൈയും ഒരാൾക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ 1 വർഷം മുൻപ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഹെയർ ഇപ്പം ഷോൾഡറിന് താഴെ വരെ കിളിർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നിന്ന ഹെയർ കട്ട് ചെയ്തിട്ട്, കാരണം അത് ലെങ്ത് അന്ന് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ലെങ്ത് കുറച്ചിട്ടില്ലായിരുന്നു, ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു എൻഡ് ഭാഗം വരുമ്പോൾ തീരെ തിന്നായിട്ട് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അത്രയും കേൾസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ബ്ലോ ഡ്രൈ മാത്രം ചെയ്താലും മതി. കാരണം കിളിർത്ത് വന്ന ഹെയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ അതിന് ഇനിയും ബ്ലോ ഡ്രൈയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ബ്ലോ ഡ്രൈ മാത്രം ചെയ്യുക. അപ്പം ബാക്കിയുള്ള ഹെയർ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫേസിന് ചേരുന്ന രീതി നമ്മൾ ബ്ലോ ഡ്രൈ മാത്രം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടി, അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ആ കേൾസൊക്കെ ഇപ്പോൾ എത്ര അങ്ങോട്ട് ലെങ്ത് വെച്ചാലും ആ കേൾസ് അങ്ങനെ തന്നെ നിൽക്കും. കാരണം അത്രയും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്തതുകൊണ്ട്. രണ്ടാമത്തെ ഹെയറും നേരത്തെ ഒന്ന് സ്മൂത്തനിങ് ചെയ്ത ഹെയറാണ്. ആ ഹെയർ നമ്മൾ ഒരുപാട് ലെങ്ത് ഒത്തിരി ആ കിളിർത്ത് വന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാതെ ഒറിജിനൽ ഹെയറിൻ്റെ ആ കുട്ടിക്ക് നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിൻ്റെ കട്ട് ചെയ്ത്, അത് സ്മൂത്തനിങ് ആയിരുന്നു കുട്ടി ചെയ്തിരുന്നത്. അത് നമ്മുടെ അടുത്തല്ല ചെയ്തത്, വേറെ പുറത്താണ് ചെയ്തത്. അപ്പോൾ അത്രയും അങ്ങ് തിന്നായിപ്പോയി ആ സ്മൂത്തനിങ് ചെയ്ത ഹെയർ. ആ ഹെയർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല ഹെയറിൽ തന്നെ ബ്ലോ ഡ്രൈ മാത്രമാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും കിളിർത്ത് വന്നാലും ആ ഹെയർ നല്ല ഭംഗിക്ക് തന്നെ കിടക്കും. കാരണം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിളിർത്ത് വരുന്ന ഹെയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയിരിക്കും. കാരണം ആ താഴോട്ട് വരുന്ന ഹെയർ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ താഴോട്ട് വരുന്ന ഹെയർ അല്ലെ അതുപോലെ നമ്മൾ കെയർ ചെയ്ത് നല്ലതായിട്ട് എല്ലാ മാസവും സ്പായും ഒക്കെ ചെയ്ത് കൊണ്ടുപോകുന്ന ഹെയർ കുഴപ്പം വരത്തില്ല. സ്പായും ഒന്നും ചെയ്യാതൊക്കെ നമ്മൾ ഇട്ടേക്കുന്ന ഹെയർ ആണെങ്കിൽ ഈ രണ്ടാമത്തെ ഹെയറിൻ്റെ കൂട്ട് തീരെ തിന്നായി പോകും. കാരണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് കണ്ടാൽ മനസ്സിലാകും ആ ഹെയറിൻ്റെ ഒറിജിനൽ ഹെയർ എങ്ങനെ ഇരുന്നതായിരുന്നു എന്ന്. മൂന്നാമത്തെ ഹെയറും അതും കുറച്ച് നേരത്തെ ഒന്ന് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്താൽ ഇപ്പോൾ അത് 1 വർഷത്തിന് മുകളിലെന്ന് പറയുമ്പോൾ 1.5 വർഷത്തിന് മുകളിലായി കാണും. കാരണം അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടിയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കൊക്കെ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് എന്നിട്ട് ആ ഹെയർ കുറേ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി മാത്രം കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇപ്പം വന്നപ്പോൾ ഞാനത് അതിൻ്റെ ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ അത് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ മാത്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കെരാറ്റിൻ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം കെരാറ്റിൻ്റെ ആവശ്യമില്ല. കിളിർത്തിട്ട് പിന്നെ വന്ന ഹെയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട്. ഇതിപ്പോൾ ഞാൻ 4ാമത്തെ ഹെയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് 3ാമത്തെ ഒരു ഹെയറുണ്ട്. 3ാമത്തെ ഹെയർ ആ ഹെയർ തീരെ തിന്നായിട്ടുള്ള ഒരു ഹെയറാണ്. അതും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഫേസിന് ചേരുന്ന രീതി. ഇത് കെട്ടി വെക്കുമ്പോഴും ചുരുണ്ട് മുകളിലോട്ട് കയറും, പക്ഷേ അഴിച്ചിടുമ്പോഴും അതേ സ്ഥിതി തന്നെ, ചുരുണ്ട് മുകളിലോട്ട് കയറും നനഞ്ഞ് കഴിഞ്ഞാൽ, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിപ്പം ആ ഫേസിന് ചേരുന്ന രീതിയിൽ. അപ്പോൾ ഏത് ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് ആ ഹെയർ അഴിച്ചിട്ടുണ്ടോ ഒക്കെ നടക്കാൻ, കെട്ടിയും വെക്കാം. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് ആദ്യത്തെ ഹെയർ. ഒരു 1.5 വർഷത്തോളമായിട്ടുള്ള ഹെയറാണ് ഇത്. നമ്മൾ ചെയ്തിട്ട് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ അന്നേരം ചെയ്തത്. കാരണം നല്ല കേൾസുള്ള ഹെയർ ആയിരുന്നു, നല്ല ഫ്രിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്തത്. കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഹെയറൊക്കെ കട്ട് ചെയ്തിട്ട് ലെങ്ത് കുറച്ച്, അപ്പം നല്ല ഹെയർ മാത്രമായി. ഹെയർ നേരത്തെ നല്ല കേൾസിൽ നിന്നും പകുതി കൂടുതൽ കേൾസ് കുറഞ്ഞാൽ ഇപ്പം വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ വേവിയായിട്ടേ ഹെയർ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കേൾസേ ഉള്ളൂ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം. അപ്പോൾ ഈ കേൾസിനകത്താണ് നമ്മളിപ്പം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ, കെരാറ്റിൻ ചെയ്യുന്നില്ല. അപ്പം ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഇനി ഇത് ഒരു 6 മാസമൊക്കെ ആകുമ്പം റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. റൂട്ട് ടച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ ഇനിയും കേൾസ് തീരെ കുറവായിട്ടായിരിക്കും ചിലപ്പോൾ സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്നത്. കാരണം ഇതിപ്പം ആദ്യം ചെയ്തതിൽ നിന്ന് ഒരു 60% കേൾസ് കുറഞ്ഞിട്ടാണ് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങിയ ഹെയർ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അതിലും കേൾസ് കുറയും. കേൾസ് കുറഞ്ഞ് ഒരു ചെറിയ വേവിയേ കാണത്തുള്ളൂ. ആ സമയത്ത് റൂട്ട് ടച്ച് വേണമെങ്കിൽ റൂട്ട് ടച്ച് ചെയ്യാൻ, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഹെയറിന് നല്ലതായിട്ട് ലെങ്തും വെക്കും. ഇത് 2ാമത്തെ ഹെയർ. കുട്ടി നേരത്തെ നമ്മുടെ അടുത്തല്ല, പുറത്തെവിടെയോ ചെയ്തത്, സ്മൂത്തനിങ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ ചെയ്ത ഹെയർ തീരെ തിന്നായിപ്പോയി. ഇപ്പം കുട്ടി
അപ്പോൾ ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ആ ഉള്ള ഹെയറിൽ തന്നെ നല്ല ഹെയർ ആക്കിക്കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഇതും നമ്മൾ ഇപ്പം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ കെരാറ്റിൻ കൊടുത്തിട്ടില്ല. എന്നാൽ അത് ഹെയർ നല്ല ഹെയർ ആയതുകൊണ്ട് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗം ഇതേ കേൾസും മുകളിൽ നിന്ന് സ്ട്രെയിറ്റുമായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിന് കുറേ നാളത്തേക്ക് നല്ല തിക്കായിട്ടും ഇതേ രീതിയിൽ തന്നെ കിളിർത്ത് താഴോട്ട് വരും. അപ്പോൾ ഇതിന് ലെങ്ത് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കേൾസ് കിട്ടത്തില്ല, ചെറിയ വേവിയേ കിട്ടത്തുള്ളൂ. നമ്മൾ ഇനി ഹെയർ അഴിച്ചിടുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. ഇനി ഒരുപാട് കേൾസ് വരത്തില്ല, ഹെയറിന് കേൾസ് കുറഞ്ഞ് ഇനി നമുക്ക് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. ഇതാണ് മൂന്നാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്. അപ്പം ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചുരുണ്ട് മുകളിലോട്ട് കയറും. ആ ഒരു ടൈപ്പ് ഹെയർ കെട്ടി വെച്ച് കഴിഞ്ഞാലും ചുരുണ്ട് മുകളിലേക്ക് വരും. അങ്ങനെ ഒരു കെട്ടി വെക്കാനും അഴിച്ചിടാനും ഒരു ഭംഗിയില്ല. അപ്പോൾ ഇത് ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഉള്ള ലെങ്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഇത്രയും തിന്നായിട്ടുള്ള ഹെയർ. അപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ക്രൗൺ ഏരിയ നമ്മൾ ഫെദർ കട്ടാണ് ചെയ്തത്. കാരണം അഴിച്ചിടുമ്പം ഭംഗി കിട്ടണമെന്നുണ്ട്. ക്രൗൺ ഏരിയ നമ്മൾ ഫെദർ കട്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കെരാറ്റിനും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. നല്ല തിക്നെസ്സും തോന്നുന്നുണ്ട്. അപ്പം ഇത് ഓരോ വാഷ് കഴിയും തോറും ഇതിന് വോളിയം കൂടുതൽ വരുത്തേ ഉള്ളൂ. കാരണം നമ്മൾ കെരാറ്റിനും കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ വാഷ് കഴിയും തോറും ആ വോളിയം കൂടുതൽ തോന്നിക്കുന്നത്. പിന്നെ ഇപ്പം കെരാറ്റിൻ ചെയ്തില്ല, ബ്ലോ ഡ്രൈ മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നല്ല തിക്നെസ് തോന്നിക്കും. പക്ഷേ അത് കുറേ വാഷ് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് തിന്നായിട്ട് വരും ഹെയർ. ഇത് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ വാഷ് കഴിയും തോറും നമുക്ക് വോളിയം കൂടുതലേ തോന്നും. മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യാം, അതല്ലെങ്കിൽ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്യാം. ലിക്വിഡ് പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിനും ഹെയറിനും എല്ലാം നല്ലതാണ്. ലിക്വിഡ് പ്രോട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കാൽപ്പിൽ കൂടുതലും നമുക്ക് ഹെയർ ഗ്രോത്ത് കൂടും. നമുക്ക് ഒഴിഞ്ഞു പോയിട്ടുള്ള ഹെയർ എല്ലാം കിളിർത്ത് വരികയും ചെയ്യും. ഇത് അഴിച്ചിട്ടുകൊണ്ട് അടയ്ക്കുകയും ചെയ്യാം, കെട്ടിയും വെക്കാം. 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇത് 4ാമത്തെ ഹെയർ. ഈ ഹെയർ ഒരു 1.5 വർഷത്തോളമായിട്ടുണ്ട് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്ത ഹെയർ. പിന്നെ അത് കഴിഞ്ഞ് കുട്ടിയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്ത് എണ്ണയൊക്കെ തേച്ച് ഹെയർ അങ്ങ് വല്ലാണ്ടായിരുന്നു. കാരണം കൂടുതൽ ഓയിൽ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ സ്ട്രക്ചർ മാറും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്കാൽപ്പിലെ ഓയിൽ അപ്ലൈ ചെയ്യാവൂ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്യരുതെന്ന്. അപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് ഹെയർ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് ഹെയർ പിന്നെ കിടന്നുള്ള ആ ഹെയർ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ നമ്മളിപ്പോൾ ബ്ലോ ഡ്രൈ മാത്രമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈയാണ്. അപ്പോൾ ഇനി കിളിർത്ത് വരുമ്പോൾ ഇത്രയും കേൾസ് വരുത്തതുമില്ല. ഫസ്റ്റ് ടൈം വരുമ്പോൾ നല്ല കേൾസും നല്ല ഫ്രിസി ആയിരുന്നു ഹെയർ. അപ്പോൾ ആ കേൾസൊക്കെ മാറി നല്ല ഹെയറാണ് ഇപ്പം കിളിർത്ത് വന്നിട്ടുള്ളത്. അത് 1.5 വർഷം കൊണ്ട് ഇത്രയും ലെങ്തിൽ നമുക്ക് ഹെയർ ആക്കി എടുക്കാൻ പറ്റും. ഇത് അഴിച്ചിട്ടുണ്ട് അടക്കം കെട്ടിയും വെക്കാം. ഇനി 6 മാസം ആകുമ്പം റൂട്ട് ടച്ച് ചെയ്യണം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.